എൻ്റെ പേര് നിശാൽ. ഞാൻ ഇവിടെ സ്ഥലം കോട്ടയമാണ്. മോഡൽ പേപ്പർ ആയതുകൊണ്ട് എനിക്ക് ഭയങ്കര രസമായിട്ടാണ് തോന്നിയിരിക്കുന്നത്. കാരണം അങ്ങനത്തെ ടഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ കാണുമ്പോൾ നമ്മളിങ്ങനെ വാ ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ ഇടാവോ അല്ലേ ഈ ചാപ്റ്ററിൽ നിന്നൊക്കെ. ഈസി ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമുക്ക് എളുപ്പമായിട്ട് ഇങ്ങനെ എന്തായിരുന്നു അതിനൊരു വാക്കുണ്ട്, പക്ഷേ സില്ലി മിസ്റ്റേക്ക് കുറെ ആൾക്കാർ ഇങ്ങനെ പറയാം സില്ലി കൊണ്ടുപോയതാണ്, എക്സാമിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ നമുക്ക് കിട്ടുമോ. എനിക്ക് സത്യത്തിൽ പറയുമ്പോൾ കിട്ടും പഠിക്കുന്നവരാണെങ്കിൽ കിട്ടും. നമ്മൾ കോൺഫിഡൻസ് ഉണ്ടാവണം. കോൺഫിഡൻസ് ആണ് നമ്മളെ എക്സാം. ഇപ്പൊ 2025 തന്നെ കോൺഫിഡൻസ് ആയിരുന്നു മെയിൻ ഡ്രൈവിംഗ് ഫാക്ടർ. ഞാനിങ്ങനെയൊക്കെ പറയും മിസ് NCERT വായിക്കാത്ത പ്രശ്നമാണ്, സില്ലി മിസ്റ്റേക്ക് ഒക്കെ പോകും. അപ്പൊ പറയും ലൈക്ക് സങ്കടമൊക്കെ വരുമല്ലോ ചിലപ്പോൾ ഇതൊക്കെ. അപ്പൊ മിസ്സിനോട് പറയുമ്പോൾ മിസ് അങ്ങനെ സാരമില്ല മോനെ പഠിച്ച് കിട്ടും, എനിക്ക് കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഒരു കുട്ടികളാണല്ലോ ബേസിക്കലി. പക്ഷെ നമ്മൾ അവിടെ നിൽക്കുമ്പോൾ വൈറ്റ് കോട്ടൊക്കെ ഇട്ടെന്ന് പറഞ്ഞാൽ ഞാനൊരു ഡോക്ടറാണ് പോകുന്നത് വെച്ചാൽ ഭയങ്കര ഒരു പ്രൗഡ് ഫീലിംഗ് ആണ് എല്ലാവർക്കും. പിന്നെ മോഡൽ എക്സാം ഒക്കെ വന്നപ്പോൾ അത്യാവശ്യം റാങ്ക് ലിസ്റ്റിലൊക്കെ വന്നു. അത് ഭയങ്കര ഒരു സന്തോഷം മൊമെന്റ് ഒക്കെ ആയിരുന്നു. കാരണം ജോൽ സാറൊക്കെ കുറെ ഷെയ്ക്ക് ഹാൻഡും കെട്ടിപ്പിടിച്ചിട്ടും ഒക്കെ ഉണ്ട്. ഷാനിൽ വർഗീസാണ് നമ്മുടെ താരമാണ്. നമ്മളൊക്കെ ഒരു സെലിബ്രിറ്റി ആണ്. ആ സെലിബ്രിറ്റി ചെയ്യാൻ നമുക്ക് അങ്ങനെ തന്നെ കാണാം. അവർ സന്തോഷമാണ്. അവൻ്റെ ക്ലാസ്സിലെ പിള്ളേർക്ക് വേണ്ടി ഞങ്ങൾ രണ്ടും കൂടെ. അപ്പോൾ നിങ്ങൾ പഠിച്ച് അവസാനം വരുമ്പോൾ റെഡിയായി നിങ്ങൾ എക്സാം ഫുൾ കോൺഫിഡൻസോടെ എഴുതുക. പക്ഷെ നീറ്റ് എക്സാം അല്ലേ, അത് ഇപ്പൊ പറയുമ്പോൾ തന്നെ ഓർത്തെടുക്കാൻ അല്ലെ ഏറ്റവും കൂടുതൽ പേടിക്കുന്ന ഒരു നിമിഷം പോലെ. അയോൾ നീറ്റ് 2026 ഇനി വളരെ കുറച്ച് മാസങ്ങൾ മാത്രമേ ഉള്ളൂ. ഈ ഒരു സമയത്ത് നിങ്ങൾ എല്ലാവരും കേൾക്കാൻ ആഗ്രഹിക്കുന്നത് വിജയിച്ചവരുടെ അനുഭവങ്ങളായിരിക്കും അല്ലെ. നിങ്ങളെപ്പോലെ തന്നെ അവർ ഒരുപാട് സാഹചര്യങ്ങളിലൂടെയാണ് കടന്നു പോയിരുന്നത് നീറ്റ് 2025 ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മൾ ഇന്ന് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അവരോട് ചോദിക്കാനുണ്ട്. ആദ്യം നമ്മുടെ ഒപ്പം ഇരിക്കുന്ന വിദ്യാർത്ഥിയെ നമുക്കിന്ന് പരിചയപ്പെടണം. ഇപ്പം MBBS വിദ്യാർത്ഥിയാണ്, കോട്ടയം മെഡിക്കൽ കോളേജിലാണുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ആദ്യം ഒന്ന് പരിചയപ്പെടുത്തിക്കാം. എൻ്റെ പേര് നിശാൽ. ഞാൻ ഇവിടെ സ്ഥലം കോട്ടയമാണ്. BBS ഫസ്റ്റ് ഇയർ സ്റ്റഡിയിങ് അറ്റ് കോട്ടയം മെഡിക്കൽ കോളേജ്. ഓക്കെ, പിന്നെ വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടില് അച്ഛൻ അമ്മ അവരൊക്കെ ദുബായിലാണ് വർക്ക് ചെയ്യുന്നത്. ഇവിടെ വീട്ടില് അപ്പച്ചൻ അമ്മച്ചി. നിശാലിനെ സംബന്ധിച്ചിടത്തോളം 2025 നീറ്റ് എഴുതിയവർക്ക് എല്ലാവർക്കും വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഫേസ് ആണ് കേട്ടോ. കാരണം മറ്റൊന്നുമല്ല, എല്ലാ റാങ്ക് ലിസ്റ്റ് വായിക്കുമ്പോഴും ജോർസാറിനൊപ്പം നിന്ന് ഒരുപാട് ക്യാഷ് അവാർഡ് വാങ്ങിച്ചിട്ടുള്ള ആളാണ്. അപ്പൊ ക്ലാസ്സുകളിലൊക്കെ നിറഞ്ഞു നിന്നിരുന്ന ഒരു ആളായിരുന്നു നിശാല്. ഇതായിപ്പോ കോട്ടയം മെഡിക്കൽ കോളേജിൽ എത്തിക്കുന്നു. മോനെ, കോട്ടയം മെഡിക്കൽ കോളേജ് അല്ലേ, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. ഒരുപാട് വിജയികളെ സമ്മാനിച്ചിട്ടുള്ള ഒരു സ്ഥലമാണ്. ബെർലിനെ സംബന്ധിച്ചിടത്തോളം എന്താ പറയുക, ഒരുപാട് വിദ്യാർത്ഥികൾ ഈ വർഷവും കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് പ്രവേശനം നേടിയിട്ടുണ്ട്. എങ്കിലും കോട്ടയം മെഡിക്കൽ കോളേജ് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ മോനുള്ള ഒരു ഫീലിംഗ് ഉണ്ട് അല്ലെ, അത് ബിയോണ്ട് ദി വേർഡ്സ് ആയിരിക്കും. പറഞ്ഞോ. ആദ്യം കോട്ടയം മെഡിക്കൽ കോളേജ് ചൂസ് ചെയ്യാൻ എനിക്ക് ഒറ്റ ഒരു കാരണം ഉണ്ടായിരുന്നു, വീട്ടിൽ പോകാനുള്ള കൺവീനിയൻസ് ആയതുകൊണ്ട്. പിന്നെ ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായ ഇവിടെ ഇപ്പൊ സീനിയേഴ്സ് ഒക്കെ നമ്മളെ ഇവിടെ ഒരു തരം റാഗിങ്ങും ഇല്ല. അത് പിന്നെ എന്ന് വെച്ചാൽ ഇവിടെ ഈ ടീച്ചേഴ്സ് ഒക്കെ ഭയങ്കര ഫ്രണ്ട്ലി ആണ്. പിന്നെ നമുക്ക് കുറെ പരിപാടിയൊക്കെ ഓർഗനൈസ് ചെയ്യും. അപ്പൊ ബേസിക്കലി ഓൾ റൗണ്ടഡ് എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ നമ്മളെ ബേസിക്കലി ഹാപ്പി ആയിട്ട് തന്നെ ഇവിടെ ഇരുത്തുന്നത്, വേറെ ഒരു കുഴപ്പമൊന്നുമില്ല. ആ ഒരു എക്സ്പീരിയൻസ് ആണ് ഇവിടെ ഇപ്പൊ നമ്മൾ ഇങ്ങനെ നിലനിർത്തുന്നത്. ഇപ്പം ബെർലിനിൽ ഒരുപാട് വിദ്യാർത്ഥികളുണ്ട് അല്ലെ, ബെർലിനിലൊക്കെ തന്നെ കണ്ട് പരിചയമുള്ള ഒരുപാട് മുഖങ്ങളായിരിക്കാം. അപ്പോൾ എത്ര വിദ്യാർത്ഥികളാണ് മോന്റെ ഒരു കാൽക്കുലേഷൻ ക്ലാസ്സിലൊക്കെ വന്നപ്പോൾ കുട്ടികളൊക്കെ എത്ര പേര് ബെർലിനിൽ നിന്നുണ്ടെന്നൊക്കെ നിങ്ങൾ തന്നെ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടാവൂലേ? എത്ര പേരുണ്ട്? ഏകദേശം ഒരു 90% ബെർലിനിലെ വിദ്യാർത്ഥികൾ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മുടെ ക്ലാസ് തുടങ്ങി, ഇപ്പൊ മുന്നോട്ട് പോകുന്നു. നിങ്ങൾ ഇവിടെ വന്നപ്പം ആദ്യമായിട്ട് എക്സ്പീരിയൻസ് ചെയ്ത കുറെ കാര്യങ്ങളുണ്ട് സ്കൂൾ ലൈഫിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് അല്ലെ, അതെന്തൊക്കെയായിരിക്കും? ബേസിക്കലി ഇവിടുത്തെ ട്രഷർ ഹണ്ട് പോലത്തെ ഒക്കെ പരിപാടികളൊക്കെ നടത്തി. അത് സ്കൂളിൽ അങ്ങനെയൊന്നും എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. പക്ഷെ ഇവിടെ വന്നപ്പോൾ നമ്മളിങ്ങനെ ക്യാമ്പസ് മൊത്തം ഒരു ടൂറായിരുന്നു ബേസിക്കലി. പക്ഷെ നമ്മൾ ടീമായിട്ട് ഓർഗനൈസ് ചെയ്ത് പിന്നെ സ്ഥലങ്ങളൊക്കെ പരിചയപ്പെടുക, അങ്ങനെ ഒരു സ്കൂളായിട്ട് നമുക്ക് അങ്ങനെ ഒരു പരിപാടി നടത്തി തരില്ലല്ലോ. അപ്പോൾ കോളേജിൽ വന്നപ്പോൾ അത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ഒബ്വിയസ്ലി നമ്മുടെ ഈ ഡിസെക്ഷൻ ഹാളിലുള്ള എക്സ്പീരിയൻസ്, കടാവറൊക്കെ നമ്മൾ ഭയങ്കര റെസ്പെക്റ്റോടെ കൂടെ കാണണം. പക്ഷെ അത് നമുക്കൊരു എക്സൈറ്റ്മെന്റ് ആണ് ബേസിക്കലി. കാരണം ഇത് സ്കൂളിൽ ഒരിക്കലും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ് നമ്മൾ MBBS പഠിക്കുമ്പോൾ കാണുന്ന ഒരു കാര്യമാണ്. പിന്നെ അതുപോലെ തന്നെ എടുത്തു പറയേണ്ട കാര്യമാണ് ഈ വൈറ്റ് കോട്ട് സെറമണി. അന്ന് ബ്രില്യന്റിന്റെ യൂണിഫോം ഒക്കെ ഇട്ട് നടക്കുന്ന നിശാലിന് നമുക്ക് എല്ലാം ഫെമിലിയർ ആണ്. ഇന്ന് വൈറ്റ് കോട്ട് ഒക്കെ നിൽക്കുമ്പോൾ വളരെ പ്രൗഡാണ് ഞങ്ങൾ. അപ്പൊ തീർച്ചയായിട്ടും ആ ഒരു വൈറ്റ് കോട്ട് സെറമണി ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അവിടെ ബേസിക്കലി നമ്മള് വൈറ്റ് കോട്ട് സെറമണിക്ക് പോയപ്പോ കുറെ വർഷം ഡ്രീം ചെയ്യുന്ന ഒരു കാര്യമാണല്ലോ. അപ്പൊ അവിടെ ചെന്ന് നിൽക്കുമ്പോ ഭയങ്കര പ്രൗഡായിട്ടാണ് നമുക്ക് അവിടെ തോന്നുന്നത്. എല്ലാവരും ഇങ്ങനെ നിരത്തി ഇരുന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് എല്ലാവരും ഇങ്ങനെ നമ്മള്
കാരണം നമ്മൾ ഒരു കുട്ടികളാണല്ലോ ബേസിക്കലി. പക്ഷെ നമ്മൾ അവിടെ നിൽക്കുമ്പോൾ വൈറ്റ് കോട്ടൊക്കെ ഇട്ടെന്ന് പറഞ്ഞാൽ ഞാനൊരു ഡോക്ടറാണ് പോകുന്നത് വെച്ചാൽ ഭയങ്കര ഒരു പ്രൗഡ് ഫീലിംഗ് ആണ് എല്ലാവർക്കും. അത് പഠിച്ചു വരുമ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും അത് ശരിക്കും. അപ്പൊ ഡോക്ടർ ആവുക എന്നൊരു പ്രൊഫഷനോട് എത്രത്തോളം സിൻസിയർ ആണ് നിഷാന്ത് എന്നുള്ളത് നിഷാന്ത് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നു. അപ്പോ ഈ ഒരു തീരുമാനം എടുക്കാനുള്ള കാരണം എന്താ? അത് ഈ ഹോസ്പിറ്റലൊക്കെ പോകുമ്പോ നമ്മളൊരു ഡോക്ടറിനെ കാണുമ്പോ ആ ഒരു നമ്മളെ ട്രീറ്റ് ചെയ്യാനുള്ള സ്നേഹം കാണിക്കുന്നത് അത് എന്നെ ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. കാരണം അത് ഒരു സേവനമാണ് അവർ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്കും ചെയ്യാൻ പറ്റുന്ന അവസരമാണ് നമ്മൾ ഈ മെഡിക്കൽ കോളേജ് വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ MBBS പഠിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. നമുക്കും ആ ഒരു ഓപ്പർച്യൂണിറ്റി മറ്റവരെ സേവിക്കാനുള്ള ഒരു ചാൻസ് ആണ്. അത് തീർച്ചയായിട്ടും എടുക്കണമല്ലോ. അതാണ് എൻ്റെ ഒരു പ്രൈഡ് അതില്. അപ്പൊ മോന്റെ സ്കൂൾ കാലഘട്ടമൊക്കെ എവിടെയായിരുന്നു? ഞാൻ ആക്ച്വലി +2 വരെ ദുബായിലായിരുന്നു. അപ്പോൾ അവിടെ ഞാൻ ബേസിക്കലി ഹൈ ആവറേജ് അങ്ങനെ ഒരു റേഞ്ചിലായിരുന്നു നിന്നെ. പിന്നെ ഇവിടെ ബ്രില്യന്റ് വന്നപ്പോഴാണ് ആദ്യമൊക്കെ ലൈക്ക് വീക്ക്ലി എക്സാം എഴുതുമ്പോൾ മാർക്കൊക്കെ കുറച്ചൊക്കെ കുറയായിരുന്നു. പക്ഷെ A+ മേലെയൊക്കെ എപ്പോഴും നിൽക്കുമായിരുന്നു. പിന്നെ മോഡൽ എക്സാം ഒക്കെ വന്നപ്പോൾ അത്യാവശ്യം റാങ്ക് ലിസ്റ്റിലൊക്കെ വന്നു. അത് ഭയങ്കര ഒരു സന്തോഷം മൊമെന്റ് ഒക്കെ ആയിരുന്നു. കാരണം ജോർജ് സാറൊക്കെ കുറെ ഷെയ്ക്ക് ഹാൻഡും കെട്ടിപ്പിടിച്ചിട്ടും ഒക്കെ ഉണ്ട്. അടുത്തയാള് വന്നിരിക്കുന്നത് നമ്മുടെ ഷാനിൽ വർഗീസാണ്. നമ്മുടെ താരമാണ്, നമ്മൾക്ക് ഒരു സെലിബ്രിറ്റിയാണ്. ആ സെലിബ്രിറ്റിയെ നമുക്ക് അങ്ങനെ തന്നെ കാണാം. അവന് സന്തോഷമാണ്. അവൻ്റെ ക്ലാസ്സിലെ പിള്ളേർക്ക് വേണ്ടി ഞങ്ങൾ രണ്ടും കൂടെ അത് ഭയങ്കര ഒരു സന്തോഷമായി. ഞാൻ ആ വർഷം തീർച്ചയായിട്ടും ഭയങ്കര ഒരു ഹാപ്പി ഇയർ ആയിട്ടാണ് കാണുന്നത് ബ്രില്യന്റിൽ. ഇപ്പൊ തീർച്ചയായിട്ടും ബ്രില്യന്റിലെ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. അതായത് ക്ലാസ് ടീച്ചേഴ്സ്, കോർഡിനേറ്റേഴ്സ്, ഡയറക്ടേഴ്സ്. ഇപ്പോൾ റാങ്ക് ലിസ്റ്റ് വായിക്കാനൊക്കെ കയറുന്ന സമയത്ത് മോനെ വിളിച്ച് ജോർജ് സാർ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു മൊമെന്റ് പറഞ്ഞു. അതൊക്കെ ഒരുപാട് ഇൻസ്പയറിംഗ് ആയിരുന്നു എന്ന് പറഞ്ഞു. അതില് മറക്കാൻ പറ്റാത്ത എന്തെങ്കിലും ഒരു മെമ്മറി ഉണ്ടോ? ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു ഇൻസിഡന്റ് എന്ന് പറഞ്ഞാൽ ജോർജ് സാറ് ഒരു ദിവസം സ്റ്റുഡിയോനെ പുറത്ത് ഇങ്ങനെ നിർത്തി എന്നിട്ട് പറഞ്ഞു, മോനെ നിന്നെ കൊണ്ട് പറ്റും, നിന്നെ കൊണ്ട് നല്ലൊരു മെഡിക്കൽ കോളേജിൽ കയറാൻ പറ്റും. അതിപ്പോ ശരിക്കും കറക്റ്റായി. കാരണം ഞാനിവിടെ കോട്ടയം മെഡിക്കൽ കോളേജിലാണ് നിൽക്കുന്നത്. അതിപ്പോ അതാണ് ബേസിക്കലി ഇൻസ്പയർ ചെയ്ത ജോർജ് സാർ. അപ്പൊ തീർച്ചയായിട്ടും ബ്രില്യന്റിൽ നിന്ന് മെഡിക്കൽ കോളേജിലേക്ക് ഇവിടെ എത്തുമ്പോഴും ബ്രില്യന്റിലെ കുറെ കാര്യങ്ങൾ നിങ്ങൾ ഇപ്പോഴും കീപ്പ് ചെയ്യുന്നുണ്ട്. ബ്രില്യന്റ് നിങ്ങളെ പഠിപ്പിച്ചൊരു രീതി, ആ ഒരു സിസ്റ്റം, അതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നുണ്ടാവും. എനിക്കറിയില്ല, തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് പറയാം. ബേസിക്കലി ഈ റുട്ടീനൊക്കെ സെറ്റ് ആയത് ബേസിക് ബ്രില്യന്റിൽ വന്നപ്പോഴാണ്. കാരണം നമ്മുടെ അവിടെ ദുബായിൽ ക്ലാസ് ഒക്കെ തുടങ്ങുന്ന 7-8 മണിക്കാണ്. എന്നിട്ട് ഒരു 2 മണിയൊക്കെ ആകുമ്പോൾ വിടും. പക്ഷെ ഞാൻ ബ്രില്യന്റ് വന്നപ്പോൾ ഓഗസ്റ്റ് ബാച്ചിലാണ് ജോയിൻ ആക്കിയത്. അപ്പൊ രാവിലെ 8 മണി തൊട്ട് 4 മണി വരെയാ ക്ലാസ്. സാധാരണ അങ്ങനെ അല്ലല്ലോ, ഉച്ചക്കൊക്കെ അല്ലേ തീരുന്നത്. പക്ഷെ ഇവിടെ കോളേജ് വന്നപ്പോൾ അത് തന്നെയാണ് 8 മണി തൊട്ട് 4 മണി. ആദ്യമൊക്കെ നമ്മുടെ ബ്രില്യന്റിലെ ക്ലാസ്സിലൊക്കെ എല്ലാവർക്കും ഭയങ്കര കംപ്ലൈന്റ് ആയിരുന്നു. അതായത് 8 മണി തൊട്ട് 4 മണി വരെ ഇരിക്കാന്ന് പറഞ്ഞാൽ വലിയ പാടാണ് സാറേ, അതൊന്നും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ. പക്ഷെ അത് നമുക്ക് അവസാനമായപ്പോൾ റുട്ടീനായി. അത് കഴിഞ്ഞിട്ട് നമ്മൾ ക്ലാസ്സിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ എന്നിട്ട് ഡെയിലി പോർഷൻ നോക്കും. എന്നിട്ട് ഒരു 7 മണിയൊക്കെ ആകുമ്പോൾ ഫുഡ് കഴിക്കും. എന്നിട്ട് വീണ്ടും പ്രാക്ടീസൊക്കെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യും. അതൊക്കെയായിരുന്നു നമ്മുടെ റുട്ടീൻ. അതപ്പോൾ ഇവിടെ വരുമ്പോൾ അത് ക്യാരി ചെയ്തിട്ടുണ്ട്. കാരണം 4 മണി കഴിഞ്ഞിട്ട് എത്ര ടയർഡ് ആണെങ്കിലും ഇവിടെ പഠിപ്പിക്കുന്നത് ബേസിക്കലി എല്ലാ ദിവസവും നോക്കണം. അപ്പൊ നോക്കി ആ റുട്ടീൻ സെറ്റായി. അതുപോലെ തന്നെ നമ്മുടെ ഇപ്പൊ ബ്രില്യന്റിലേക്ക് റിപ്പീറ്റ് ചെയ്യാൻ വന്നിരിക്കുന്ന കുട്ടികളുണ്ട്. ഇപ്പൊ മോന്റെ മനസ്സിലും ആദ്യം ഇവിടെ വന്നപ്പോൾ ഓരോ സബ്ജക്റ്റിനെയും എങ്ങനെ പഠിക്കണം, അല്ലെ? അതൊരു വലിയൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഓരോ സബ്ജക്റ്റിനും ഈക്വൽ ആയിട്ടുള്ള സമയം കൊടുക്കണോ, ഏതിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കണം, ഏറ്റവും ഹാർഡസ്റ്റ് ആയിട്ടുള്ള സബ്ജക്റ്റിനെ നമുക്ക് എങ്ങനെ പഠിക്കാൻ പറ്റും, അതൊരു വലിയ കൺസേൺ ആണ് കുട്ടികളുടെ. എങ്ങനെയാണ് നിഷാന്ത് ഇതിനെയൊക്കെ ഓവർകം ചെയ്യുന്നത്? ആദ്യമൊക്കെ എല്ലാ സബ്ജക്റ്റിനും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുക്കണമെന്നായിരുന്നു എൻ്റെ ഒരു ഐഡിയ. പക്ഷെ പിന്നെ വന്നപ്പോൾ മനസ്സിലായ നമ്മൾ ബേസിക്കലി നമ്മുടെ ഓൺ വീക്ക് ഏരിയാസ് ഐഡന്റിഫൈ ചെയ്യണം. കാരണം ഒരു ചാപ്റ്റർ ആയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു സബ്ജക്റ്റ് ആയിട്ടും ആയിരിക്കാം. അപ്പൊ അതിന് ബേസിക്കലി ടൈം സേവ് ചെയ്യുക, ടൈം സ്പെൻഡ് ചെയ്യാന്ന് പറയുന്നതാണ് ഏറ്റവും ബെസ്റ്റ് സ്ട്രാറ്റജി. അപ്പൊ ഓരോ സബ്ജക്റ്റിനും ഒരേ ടൈം കൊടുക്കണമെന്നില്ല, നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് നിങ്ങൾ ചെയ്യുക. അപ്പൊ ഞാൻ ബേസിക്കലി ബയോളജിയൊക്കെ NCERT കുറച്ച് സമയം എടുക്കും നന്നായിട്ട് ഇരുന്ന് വായിക്കാൻ. പക്ഷെ കെമിസ്ട്രിയും ഫിസിക്സും ഒക്കെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യും കുറെ. അപ്പൊ അതിന് നല്ല സമയം എടുത്തിട്ടുണ്ട്. അപ്പൊ അതായിരുന്നു എൻ്റെ സ്ട്രാറ്റജി. നമ്മുടെ ഏരിയാസ് ഐഡന്റിഫൈ ചെയ്യുക, എന്നിട്ട് അതിൽ വർക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മളെപ്പോഴും ഇപ്പൊ നിങ്ങൾ പോലും നീറ്റ് എക്സാം ഹാളിൽ കയറിയപ്പോൾ ശരിക്കും ഫീൽ ചെയ്തൊരു കാര്യമാണ് ക്വസ്റ്റ്യൻസ് പല ആവർത്തി ചെയ്ത് പഠിച്ചുകൊണ്ടുള്ള ഒരു ഗുണം, അല്ലെ? ഈസി, മീഡിയം, ഹാർഡ് അങ്ങനെ പല ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നു. പക്ഷെ അതൊക്കെ നമ്മൾ സെൽഫായിട്ട് ചെയ്ത ഒരു കാര്യമാണ്, അല്ലെ? നമ്മൾ മറ്റുള്ളവർ ആരെങ്കിലും പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ചെയ്യണമെന്ന് നമ്മളോട് നിർബന്ധിച്ചിട്ടോ ഒന്നും ചെയ്താലേ നമ്മൾ വിജയിക്കണമെന്ന ആഗ്രഹത്തോടുകൂടി ചെയ്തൊരു കാര്യമാണ്. അപ്പൊ ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുന്നതിന്റെ ഒരു പ്രാധാന്യം എത്രത്തോളം ആയിരിക്കണം നിശാന്ത്? ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുക എന്ന് വെച്ചാൽ അതിന് ഇപ്പൊ നമ്മൾ പോർഷൻ പഠിച്ചു, തിയറി പഠിച്ചു, പക്ഷെ അതിൽ ഒരു 50% ടാസ്ക് അത് കംപ്ലീറ്റ് ആയിട്ടുള്ളൂ. കാരണം എന്ന് വെച്ചാൽ ഈസി ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമുക്ക് എളുപ്പമായിട്ട് ഇങ്ങനെ
സില്ലി മിസ്റ്റേക്ക് Yes. സില്ലി മിസ്റ്റേക്ക് കുറെ ആൾക്കാർ ഇങ്ങനെ പറയാം സില്ലി കൊണ്ട് പോയതാണ്. അത് പിന്നെ ഹാർഡ് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമ്മളിങ്ങനെ ടെൻഷൻ അടിച്ച് അത് കുറെ നമ്മൾ വിടും, അല്ലെങ്കിൽ വേറെ ക്വസ്റ്റ്യൻസ് പാളാക്കും. അങ്ങനെ കുറെ മിസ്റ്റേക്സ് ഉണ്ട്. അപ്പൊ ക്വസ്റ്റ്യൻസ് ശരിക്കും ചെയ്യുന്നത് ഭയങ്കര ഒരു നല്ലൊരു പ്രാക്ടീസ് ആണ്. കാരണം പേപ്പറോട് കൂടെ ചെയ്യണം, മോഡൽ പേപ്പർ ആയിട്ട്. അപ്പൊ അതായിരുന്നു ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന പ്രാധാന്യം. ഇപ്പൊ നമുക്കറിയാം ബ്രില്യന്റിൽ നിരവധിയായിട്ടുള്ള വീക്ക്ലി എക്സാംസ് ഉണ്ട്, അതുപോലെ മോഡൽ എക്സാംസിലേക്ക് കടക്കാൻ പോവാണ് കുട്ടികളൊക്കെ. ഓരോ എക്സാമും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ? ഒന്നുപോലും നമ്മൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ല. ഓരോന്നും ഓരോ ലെസൺസ് ആണ്. നിഷാന്തിന് എന്താ പറയാനുള്ളത്? ഞാനിപ്പോ പറഞ്ഞ പോലെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുന്നത് ഭയങ്കര ഒരു വലിയൊരു നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതാണ് ഈ ബ്രില്യന്റ് ബേസിക്കലി മോഡൽ എക്സാം വഴി പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ ബേസിക്കലി ഓരോ എക്സാമിന് വരുമ്പോൾ നമ്മൾ പഠിച്ചെന്നൊക്കെ വിചാരിക്കും, എല്ലാ തിയറിയും പഠിച്ചെന്ന് വിചാരിക്കും, നമ്മൾ അങ്ങോട്ട് പോകും, എന്നിട്ട് എക്സാം കോൺഫിഡന്റ് ആയിട്ട് എഴുതും. പക്ഷെ ചില ഏരിയാസ് വരുമ്പോഴാണ് നമ്മൾ റിയലൈസ് ചെയ്യുന്നത്, ഇവിടെ തെറ്റ് പറ്റി, അതോ ഇവിടെ ഞാൻ വിട്ടുപോയി, പഠിച്ചില്ല, അങ്ങനെയൊക്കെയാണ് നമ്മൾ റിയലൈസ് ചെയ്യുന്നത്. അതുകൊണ്ട് അപ്പോഴാണ് ഫൈനൽ എക്സാം വരുമ്പോൾ നമ്മൾ ഫുള്ളി സെറ്റ് ആവുന്നത്. അപ്പൊ ഞാൻ ബേസിക്കലി മിസ്റ്റേക്ക് ബുക്ക് ഒക്കെ വെക്കുമായിരുന്നു. അപ്പൊ എല്ലാം ഒക്കെ എഴുതി വെക്കും, എന്നിട്ട് അത് വീണ്ടും വീണ്ടും ഇങ്ങനെ തിരിച്ചൊക്കെ നോക്കും. അപ്പോഴാണ് മനസ്സിലാവുന്ന ഈ ചാപ്റ്ററിൽ ഇങ്ങനെയും ചോദിക്കാം. അപ്പൊ അതാണ് ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന ബലം. അത് മാത്രമല്ല മോഡൽ എക്സാം എല്ലാ ദിവസവും എഴുതുമ്പോൾ, മോഡൽ എക്സാം എസ്പെഷ്യലി എല്ലാ ദിവസമൊക്കെ ആകുമ്പോൾ നമ്മളത് ഭയങ്കര തറവാവില്ല. അതാണ് അതിന്റെ ബലം. നമ്മൾ ബ്രില്യന്റില് നിഷാൽ ഉൾപ്പെടെ എല്ലാവരും നല്ല മികച്ച വിദ്യാർത്ഥികളാണ്. ഒരു പിയർ ഗ്രൂപ്പിനൊപ്പം നിന്നാണ് നിങ്ങൾ കോമ്പറ്റ് ചെയ്യുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഒരു മത്സരം, ഒരു ഹെൽത്തി കോമ്പറ്റീഷൻ അതിനുള്ളിലുണ്ട് അല്ലെ? അപ്പോൾ ആ ഒരു ഹെൽത്തി കോമ്പറ്റീഷൻ മോനെ എങ്ങനെ ബിൽഡ് ചെയ്തു? മറ്റുള്ളവരുടെയൊക്കെ എക്സാമും അവർക്ക് കിട്ടിയ സ്കോറും മാർക്കും ഒക്കെ നോക്കാറുണ്ടായിരുന്നോ? ഞാൻ തീർച്ചയായും അങ്ങനെ നോക്കാറുണ്ടായിരുന്നു. കാരണം റൂംമേറ്റ്സ് ഒക്കെ മാർക്കൊക്കെ പറയുമ്പോൾ ആടാ കൊള്ളാലോ, അടുത്ത എക്സാമിന് നമുക്ക് ലൈക്ക് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എൻകറേജ് ചെയ്യും. പക്ഷെ അതേസമയം നമ്മളിങ്ങനെ ലൈക്ക് മറ്റ് മാർക്ക് കാണുമ്പോൾ നമുക്കും പിടിക്കാം, നമുക്കും കുറച്ചും കൂടെ അടുത്ത എക്സാം നന്നായിട്ട് പിടിക്കാമല്ലോ. അപ്പൊ അതൊരു നല്ലൊരു കോമ്പറ്റീഷൻ തന്നെയാണ്. അത് ഒരിക്കലും അൺഹെൽത്തി ആയിട്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഒരു ഹെൽത്തി കോമ്പറ്റീഷൻ ആണ് ബ്രില്യന്റ് അറ്റ്മോസ്ഫിയർ മോനെ. ആ ഒരു ഹെൽത്തി കോമ്പറ്റീഷൻ ആണ് ഇന്ന് ഈ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് എത്തിയത്. അതുപോലെ തന്നെ ബ്രില്യന്റിലെ ഒരുപാട് പേര് മോനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ബിയോണ്ട് ദാറ്റ് അല്ലെ, ഒരുപാട് വ്യക്തികളുടെ സഹായം കൊണ്ടാണ് നീ ഒരു വൈക്കോട്ട് വിട്ടുകൂടെ നിൽക്കുന്നത്. ഏറ്റവും കൂടുതൽ മോനെ സപ്പോർട്ട് ചെയ്തത് അതും ദൈവത്തോട് നന്ദി പറയണം. പിന്നെ പേരൻസ് ആണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് തന്നിരിക്കുന്നത്. പിന്നെ ബ്രില്യന്റിലേക്ക് വരുമ്പോൾ ക്ലാസ് ടീച്ചറൊക്കെ ഭയങ്കര സപ്പോർട്ടായിരുന്നു. ഇടയ്ക്കൊക്കെ പോകുമ്പോൾ ഞാനിങ്ങനെയൊക്കെ പറയും, മിസ് NCERT വായിക്കാത്ത പ്രശ്നമാണ്, സില്ലി മിസ്റ്റേക്ക് ഒക്കെ പോകും. അപ്പൊ പറയും, ലൈക്ക് സങ്കടമൊക്കെ വരുമല്ലോ ചിലപ്പോൾ ഇതൊക്കെ. അപ്പൊ മിസ്സിനോട് പറയുമ്പോൾ മിസ് അങ്ങനെ സാരമില്ല മോനെ, പഠിച്ച് കിട്ടും, നിനക്ക് കുഴപ്പമൊന്നുമില്ല, നീ അത് ശ്രദ്ധിച്ച് അങ്ങ് ചെയ്യുക. അപ്പൊ അങ്ങനത്തെ ഉള്ള സപ്പോർട്ട്. പിന്നെ ജോർജ് സാറിന്റെ മോട്ടിവേഷൻ ക്ലാസ്സസ് അതൊക്കെ എല്ലാം ലൈക്ക് ഒരു ഓൾറൗണ്ട് സപ്പോർട്ടാണ്. കോർഡിനേറ്റർ സാർമാര്, ജസ്റ്റിസ് സാറ്, പിന്നെ ഇവരെല്ലാവരും നമ്മൾ കാണുമ്പോൾ നമുക്ക് ബേസിക്കലി ഒരു കാം അറ്റ്മോസ്ഫിയർ ആണ് അവിടെ. നമുക്ക് വേറെ ലൈക്ക് പഠിക്കുന്ന കാര്യമുണ്ട്, പക്ഷെ അതിനെക്കുറിച്ച് ടെൻഷൻ അടിക്കുന്നതിന്റെ ആ തോട്ട് തന്നെ റിമൂവ് ചെയ്യുന്ന ഇവരെല്ലാവരും, ബ്രില്യന്റിലെ സ്റ്റാഫ് എല്ലാവരും കൂടെ ഒരുമിച്ച് വരുമ്പോഴാണ് നമുക്ക് ഫാമിലി ആയിട്ട് പോലെ തന്നെ ആ ഒരു വൈബാണ് അവിടെ കിട്ടുന്നത്. ബ്രില്യന്റ് ഫാമിലി എന്ന് പറയുന്നതിൽ ഒരുപാട് അഭിമാനിക്കും. അതെ, അതുപോലെ തന്നെ ഭയങ്കര ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ദിവസമാണ് എന്ന് നീറ്റ് ആസ്പിരൻസ് വിശ്വസിക്കുന്ന ഒരു ദിവസമുണ്ട്, ഡേ ബിഫോർ നീറ്റ് അല്ലെ? എങ്ങനെയായിരുന്നു അതിനെ ഹാൻഡിൽ ചെയ്ത്? ആ ഒരു ദിവസം എങ്ങനെ നമ്മുടെ മൈൻഡിനെ വളരെ കൂളായിട്ട് പ്ലേസ് ചെയ്യും? എല്ലാവർക്കും പ്രഷർ ഉണ്ടാവും. കാരണം അടുത്ത ദിവസമാണല്ലോ നീറ്റ് എഴുതുന്നത്. അത് കഴിഞ്ഞിട്ടാണ് നമ്മള് ജീവിതം അങ്ങോട്ട് മുമ്പോട്ട് പോകുന്നില്ല. അപ്പൊ പ്രഷറൊക്കെ ഉണ്ടാവും. പക്ഷെ അത് നമ്മൾ ബേസിക്കലി നമ്മളെ ഇങ്ങനെ ഇതാക്കാൻ പാടില്ല, ഒരു ഡിമോട്ടിവേറ്റ് ചെയ്യാൻ പാടില്ല അഫ്കോഴ്സ്. അപ്പൊ ഞാൻ ആ സമയം ബേസിക്കലി പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യാനേ ഉപയോഗിച്ചിട്ടുള്ളൂ. ഷോർട്ട് നോട്ട്സ് ഒക്കെ നോക്കി, പിന്നെ മിസ്റ്റേക്ക് ബുക്ക് ഒന്ന് തുറന്നു നോക്കി, പിന്നെ ആദ്യം അവിടുത്തെ ലാസ്റ്റ് ഒരു ഓൺലൈൻ മോഡൽ ഉണ്ടായിരുന്നല്ലോ, അത് എഴുതി ചുമ്മാ ഒന്ന് നോക്കി. പിന്നെ അത് തന്നെ ഷോർട്ട് നോട്ട്സ് ഒക്കെ നോക്കി ഒന്ന് റിവൈൻഡ്. കാരണം നമ്മളിങ്ങനെ കുറെ പുതിയതൊന്നും പഠിച്ചില്ല കേട്ടോ, പുതിയതൊന്നും പഠിക്കാൻ ഞാൻ നിന്നില്ല. പഠിച്ച കാര്യങ്ങൾ ഇങ്ങനെ റിവൈസ് ചെയ്ത് ഒന്ന് കാമായി. പിന്നെ നമ്മളെ തന്നെ നമുക്ക് ഇങ്ങനെ പറയാലോ, ഞാൻ ഇത്രയും കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. അത് നമുക്കൊരു പ്രൈഡാണ്, നമുക്കൊരു സെൻസ് ഓഫ് കാംനെസ്സും തരും. കാരണം നമ്മൾ അത്രയും എഫേർട്ട് ഇട്ടിട്ടുണ്ട്. അപ്പൊ നമ്മുടെ റിസൾട്ട് ഉറപ്പായിട്ടും കിട്ടും. അങ്ങനെയാണ് ഞാൻ ഇവിടെ എത്തിയത്. അപ്പൊ നമ്മള് ഡേ ബിഫോർ നീറ്റ് പറഞ്ഞു, പക്ഷെ നീറ്റ് എക്സാം അല്ലെ, അത് ഇപ്പൊ പറയുമ്പോൾ തന്നെ ഓർത്തെടുക്കാൻ അല്ലെ ഏറ്റവും കൂടുതൽ പേടിക്കുന്ന ഒരു നിമിഷം പോലെ. ഓക്കെ, എനിവേസ്, അപ്പൊ നീറ്റ് എക്സാം ഹാളിൽ കയറുന്നു, ക്വസ്റ്റ്യൻ പേപ്പർ കയ്യിലേക്ക് കിട്ടുന്നു. എന്തായിരുന്നു ഫീലിങ്സ്? ആൻഡ് ഇപ്പൊ അത് ഓർക്കുമ്പോ ഒരുപാട് സന്തോഷമുണ്ട് അല്ലെ? പറഞ്ഞു. ബയോളജി എഴുതുമ്പോ തോന്നി അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്, നല്ല എക്സാം ആയിരിക്കും. പിന്നെ കെമിസ്ട്രിയിലേക്ക് വന്നു. കെമിസ്ട്രി വന്നപ്പോഴും അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് ആയിരുന്നു. ചില ക്വസ്റ്റ്യൻസ് ഒക്കെ വിടേണ്ടി വന്നു, ആദ്യം ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ഫിസിക്സ് വന്നു. അപ്പോഴാണ് മനസ്സിലായി കൈവിട്ട്. അപ്പൊ കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ വിട്ടു.
പക്ഷെ മനസ്സിലായി പിന്നെ ലൈക്ക് ഒരു അവസാനമായപ്പോൾ മനസ്സിലായി ഇത് ഭയങ്കര പാടുള്ള എക്സാം ആയി ഇട്ടിരിക്കുന്നത്. അപ്പൊ അത് നമ്മുടെ കയ്യിലല്ലല്ലോ ശരിക്കും പറഞ്ഞ. അപ്പൊ പഠിച്ചത് വെച്ച് എഴുതാനാണ് ഞാൻ നോക്കിയത്. അപ്പൊ അതിനെ പിന്നെ റിസൾട്ടിനെ കുറിച്ച് ആലോചിക്കാൻ എക്സാമിന്റെ സമയത്ത് ഞാൻ അങ്ങനെ അലോ ചെയ്തില്ല. പിന്നെ ക്വസ്റ്റ്യൻ ഒന്നും മാക്സിമം ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ് അറ്റംപ്റ്റ് ചെയ്തത്. ബേസിക്കലി എല്ലാവർക്കും പാടായിരുന്നു. അപ്പൊ അത് ഞാൻ കൂടുതലായിട്ട് ആലോചിച്ചില്ല എക്സാമിന്റെ സമയത്ത്, കാരണം സമയമല്ലേ പോകുന്നത്, ആകെ 3 മണിക്കൂർ. അപ്പൊ ക്വസ്റ്റ്യനിലാണ് ഫോക്കസ്, ഏറ്റവും മാക്സിമം ഫോക്കസ് അവിടെയാ പോയത്. പിന്നെ എക്സാം ഹാളിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോഴാണ് യാഥാർത്ഥ്യം മനസ്സിലായത്. എല്ലാവർക്കും പാടായിരുന്നു. കട്ട് ഓഫ് അതനുസരിച്ച് കുറേ. ശിവൻ സാറിന്റെ കുറെ വീഡിയോ ഉണ്ടായിരുന്നു, പേരൻസിനെ എല്ലാം ലൈക്ക് എൻകറേജ് ചെയ്യുന്ന, കുഴപ്പമില്ല എക്സാം എല്ലാവർക്കും പാടായിരുന്നു. പക്ഷെ എക്സാം ഹാളിൽ ഇരിക്കുമ്പോൾ ഭയങ്കര ഇച്ചിരി ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ അവസാനം ഇവിടെ ഹാപ്പിയാണ്, ഇവിടെ എത്തി. ഒരു ചോദ്യം കൂടെ, ഇപ്പൊ അങ്ങനെ ഒരു പാടായിട്ടുള്ള ഒരു എക്സാം നിങ്ങൾ ആദ്യമായിട്ടല്ല അറ്റൻഡ് ചെയ്യുന്നത്, ബ്രില്യന്റിലെ ഒരു സ്റ്റുഡന്റ് എന്നൊരു നിലയിൽ അല്ലെ? ഒരുപാട് എക്സാംസ് ഫേസ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് ഹാർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിനെ ഫേസ് ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ അത് തെറ്റിയെങ്കിൽ അതിനുള്ള പരിഹാരം നമ്മൾ അവിടെ നിന്ന് തന്നെ ആ ദിവസം തന്നെ കണ്ടെത്തിയിട്ടുണ്ട് അല്ലെ? അത് തന്നൊരു കോൺഫിഡൻസ് ഉണ്ടല്ലോ എക്സാം ഹാളിൽ, അതിനെ കുറിച്ച് ഡെഫിനറ്റ്ലി. ഈ ഇടയ്ക്കൊക്കെ ചില ഭയങ്കര ടഫായിട്ടുള്ള മോഡൽ പേപ്പർ ഒക്കെ വന്നിട്ടുണ്ട്. അപ്പൊ അതൊക്കെ എഴുതുമ്പോ മോഡൽ പേപ്പർ ആയതുകൊണ്ട് എനിക്ക് ഭയങ്കര രസമായിട്ടാണ് തോന്നിയിരിക്കുന്നത്. കാരണം അങ്ങനത്തെ ടഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ കാണുമ്പോൾ നമ്മളിങ്ങനെ ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ ഇടാവും അല്ലേ ഈ ചാപ്റ്ററിൽ നിന്നൊക്കെ. അപ്പൊ ആ ഒരു മൈൻഡ് സെറ്റ് ആയിരുന്നു എക്സാം ഹോളിലൊക്കെ വന്നപ്പോ. കാരണം അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോ നമ്മൾ ഇങ്ങനെ ടെൻഷൻ അടിച്ച് സമയം കളയാൻ പാടില്ല. നമ്മൾ അതെ, സ്മാർട്ട് വർക്ക് ആണ്. കാമായിട്ട് നമുക്ക് പറ്റുന്ന പോലെ ആൻസർ ചെയ്യാനാണ് നമ്മുടെ അവിടുത്തെ ലക്ഷ്യം. ഇപ്പം ബ്രില്യന്റിൽ നിന്ന് കോട്ടയം മെഡിക്കൽ കോളേജിൽ എത്തി ഒരു പുതിയ ലൈഫ് സ്റ്റാർട്ട് ചെയ്യുകയാണ് അല്ലെ? ഒരു ഡോക്ടർ എന്ന സ്വപ്നത്തിന് വേണ്ടിയിട്ടുള്ള റിയൽ ലൈഫ്. അപ്പൊ തീർച്ചയായിട്ടും ഇവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിന്റെ കൂടെ പുതിയൊരു ഹോബി എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്തതായിട്ട് പറയാനാണെങ്കിൽ എന്തായിരിക്കും? ഇവിടെ വന്നതോടുകൂടി ബേസിക്കലി ഞാൻ ഒരു ഒബ്സർവേഷൻ സ്കില്ലൊക്കെയാണ് ഡെവലപ്പ് ചെയ്തത്. കാരണം ഇപ്പൊ കാഷ്വാലിറ്റിയിലൊക്കെ ഇടയ്ക്ക് പോകാറുണ്ട്. നമുക്ക് ബേസിക്കലി ഇവിടെ കൺസൾട്ടേഷൻ ഫീ കുറവാണല്ലോ സ്റ്റുഡൻസിനുള്ള ഇതായതുകൊണ്ട്. അപ്പൊ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ ഇങ്ങനെ പേഷ്യൻസിനൊക്കെ ഒബ്സർവ് ചെയ്യുന്നത് ഭയങ്കര ഇൻട്രസ്റ്റോടു കൂടിയാണ്. അവരവിടെ ബേസിക്കലി അവരുടെ പ്രശ്നങ്ങളായിട്ടാണ് വരുന്നത്. പക്ഷെ നമുക്കതൊരു ലേണിംഗും ആണ്. അപ്പൊ അതിനുള്ള ഒബ്സർവേഷൻ കീനായിട്ട് ഞാൻ ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട്. പിന്നെ ഇവിടെ ഓരോ പരിപാടികളൊക്കെ ഇറങ്ങുമ്പോൾ അതിന്റെ കൂടെ ആയിട്ടുള്ള സീനിയേഴ്സിനുമായിട്ട് ബന്ധപ്പെടുന്ന അതൊക്കെ പുതിയൊരു ഹോബി ആയിട്ടാണ് ഞാൻ കാണുന്നത്. അതെ അതെ, ഭയങ്കര ഡ്രാസ്റ്റിക് ആണ്. പക്ഷെ ജീവിതത്തിൽ ഓരോ ഫേസ് ആണല്ലോ. അപ്പൊ തീർച്ചയായിട്ടും നീറ്റ് 2026 എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികൾക്ക് ഒരുപാട് ഇൻസ്പയറിംഗ് ആവുന്ന കാര്യങ്ങളാണ് വിശാൽ ഷെയർ ചെയ്തത്. ആ കൂടെ ഇനി ഉള്ള ദിവസങ്ങൾ അവരെങ്ങനെ പഠിക്കണം, അവർക്കൊരു പോസിറ്റീവായിട്ട് എങ്ങനെ ഇനിയുള്ള ദിവസങ്ങൾ കൊണ്ടുപോകാം എന്നൊക്കെ ഉള്ള ഒരു മെസ്സേജ് പോലെ പറയാം. അതിപ്പോ നിങ്ങളിപ്പോ ഭയങ്കര എക്സാം ഒക്കെ എഴുതുന്നതിന് ചൂടിലായിരിക്കും. ഡിസംബർ ഒക്കെ ആകുമ്പോൾ നിങ്ങൾ ക്രിസ്മസ് മോഡലിനെ ഒക്കെ പഠിക്കാൻ തുടങ്ങുകയായിരിക്കും. എനിക്ക് ബേസിക്കലി പറയാനുള്ളത്, അതായത് നിങ്ങളിപ്പോ ക്ലാസ്സിലിരുന്ന് മാക്സിമം ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ അന്ന് പഠിപ്പിക്കുന്ന ഡെയിലി പോർഷൻസ് ഒക്കെ എടുത്ത് നോക്കുക. പിന്നെ കുറെ മെറ്റീരിയൽ ഉണ്ടല്ലോ ബ്രില്യന്റിന്, അതിൽ തന്നെ കുറെ ക്വസ്റ്റ്യൻസും കുറെ നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് കിട്ടാത്ത തിയറിയൊക്കെ അതിനകത്തുണ്ട്. അത് ഔട്ടാണെന്നൊന്നും അത് പറയാൻ പറ്റില്ല, കാരണം അത് ശരിക്കും ഉണ്ട് അവിടെ. അത് നമ്മുടെ ശ്രദ്ധയിൽ ചിലപ്പോൾ പെടില്ല. അപ്പൊ ആ മെറ്റീരിയലൊക്കെ ആയിരുന്നു സോൾവ് ചെയ്യുക മാക്സിമം. പിന്നെ ഡൗട്ട് ഒക്കെ ഉള്ളത് പ്രൊഫസേഴ്സ് റൂമിൽ പോയി ചോദിക്കുക. ഞാൻ എ ബ്ലോക്കിലായിരുന്നു. അപ്പൊ അവിടെ പ്രൊഫസേഴ്സ് റൂം കുറെ പേരൊക്കെ എപ്പോഴും ഉണ്ടാവും. അപ്പൊ അവിടെ ഫ്രീ ആയിട്ട് നമുക്ക് പോയി ചോദിക്കാം, ഒരു കുഴപ്പമില്ല. അപ്പോൾ ഡൗട്ട് എല്ലാം മാക്സിമം ക്ലിയർ ചെയ്ത് പോവുക, ഡെയിലി പോർഷൻസ് ഒക്കെ കവർ ചെയ്യുക, മെറ്റീരിയലിലെ ക്വസ്റ്റ്യൻസ് ചെയ്യുക. പിന്നെ അവസാനമൊക്കെ ആകുമ്പോൾ നമ്മൾ അത്യാവശ്യം ഒരു 70% ഒക്കെ കവേർഡ് ആവും തിയറി. പിന്നെയാണ് നമ്മുടെ മോഡൽ എക്സാമിലേക്ക് കിടക്കുന്നത്. ആ ഫേസ് ആണ് ഏറ്റവും ക്രൂഷ്യൽ. കാരണം നമ്മൾ ബേസിക്കലി മോഡൽ എക്സാം ഇടയ്ക്കൊക്കെ ആണല്ലോ എഴുതുന്നത്. പക്ഷെ ആ നീറ്റ് എക്സാം എഴുതുന്ന ആ ഒരു ഫ്ലോ കിട്ടാനായിട്ടാണ് നമ്മൾ ബേസിക്കലി കണ്ടിന്യൂസ് ആയിട്ട് മോഡൽ എക്സാം വരുന്നത്. കാരണം തിയറിയൊക്കെ പഠിച്ചു, പക്ഷെ അതെല്ലാം അങ്ങോട്ട് ഒരുമിച്ച് അങ്ങോട്ട് എഴുതുമ്പോൾ ചിലപ്പോൾ ആ ഫ്ലോ കിട്ടണമെന്നില്ല. അതാണ് നമ്മൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എഴുതുമ്പോൾ നമുക്ക് ബേസിക്കലി ഒരു കോൺഫിഡൻസ് ആണ്. അതാണ് ബേസിക്കലി അതിന്റെ കോർ. അതാണ് നമ്മൾ കോൺഫിഡൻസ് ഉണ്ടാവണം. കോൺഫിഡൻസ് ആണ് നമ്മളെ എക്സാം. ഇപ്പൊ 2025 തന്നെ കോൺഫിഡൻസ് ആയിരുന്നു മെയിൻ ഡ്രൈവിംഗ് ഫാക്ടർ. എക്സാം എത്ര പാടായാലും നമ്മൾ അതിൽ ബേസിക്കലി വീഴാതിരിക്കുകയാണ് അതിന്റെ ഗെയിം. അപ്പൊ നമ്മൾ ബേസിക്കലി ഫോക്കസ് കൊടുക്കുക, കോൺഫിഡൻസോടുകൂടെ ആൻസർ മാക്സിമം കണ്ടുപിടിക്കാൻ നോക്കുക. ആ ഒരു കീ തിങ് ആണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്ന മോഡൽ എക്സാം ഒക്കെ വരുമ്പോൾ. പിന്നെ ഒരു എക്സാം പോലും സ്കിപ്പ് ചെയ്യരുത്, അതാണ് മെയിൻ കാര്യം. പക്ഷെ നിങ്ങൾ കൂളായിട്ട് ഇരിക്കുക. നിങ്ങൾ ഇതിൽ പ്രോസസ്സ് കൂടെ കടക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് നമ്മൾ ബേസിക്കലി റെഡിയാണ് അവസാനം എത്തുമ്പോൾ. ഇപ്പൊ നിങ്ങൾക്ക് ചിലപ്പോൾ പേടിയുണ്ടാവും, ചിലപ്പോൾ എക്സാമിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ നമുക്ക് കിട്ടുമോ. എനിക്ക് സത്യത്തിൽ പറയുമ്പോൾ കിട്ടും. പഠിക്കുന്നവരാണെങ്കിൽ കിട്ടും.
അപ്പോൾ നിങ്ങൾ പഠിച്ച് അവസാനം വരുമ്പോൾ റെഡിയായി നിങ്ങൾ എക്സാം ഫുൾ കോൺഫിഡൻസിലൂടെ എഴുതുക. അത്രേ ഉള്ളൂ നിങ്ങൾ ആലോചിക്കേണ്ടത്. അപ്പൊ നീറ്റ് 2026 ആത്മാർത്ഥമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഹൃദയത്തിൽ നിന്നാണ് നിഷാൽ തന്റെ വാക്കുകളൊക്കെ നമ്മളോട് പങ്കുവെച്ചത്. എത്ര കൂളായിട്ട് നമുക്ക് എക്സാം എഴുതാം, അതുപോലെ തന്നെ കോൺഫിഡൻസ് ഒക്കെ എങ്ങനെ ബിൽഡ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ നിഷാലിന്റെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു തന്നു. എങ്കിലും എല്ലാവിധ ആശംസകളും നേരുകയാണ്. കോട്ടയം മെഡിക്കൽ കോളേജിലെ ഒരു താരമാവട്ടെ. താങ്ക് യു. Brilliant Study Center, India's #1 coaching center for NEET and JEE.